ബംഗളൂരുവിൽ RCBയുടെ വിജയാഘോഷത്തിനിടെ വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ നിന്ന് കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ലെങ്കിൽ കൂടി BJPയുടെ ഒരു നിയമസഭാംഗത്തിൻ്റെ ട്വീറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് 11 പേരിലധികം മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഇവിടെ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരമാണ്. അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തണം എന്നാണ് അവിടുത്തെ നിയമസഭാംഗമായ ഹരിപ്രസാദ് BK ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം ANI അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ കാണുന്നതിലപ്പുറം ഒരു ഭീകരത ഈ അപകടത്തിനുണ്ടായിരിക്കുകയാണ്. പലരുടെയും നില ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ ഈ ദുരന്തം എങ്ങോട്ടേക്കാണ് എത്തുക എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വിവരവുമില്ല. നിഖിൽ, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നീലിമ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ട്. അതായത് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു തിക്കും തിരക്കും ഒഴിവാക്കാൻ കർണാടക സർക്കാർ റോഡ് ഷോ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കും തിരക്കും അത് നിയന്ത്രിക്കാൻ സർക്കാരിനായില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറയുന്നത്. ഇത്തരത്തിലൊരു അപകടമുണ്ടായതിനു ശേഷം ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ അപകടം അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്, അതായത് ചികിത്സയിൽ കഴിയുന്നവരുടെ വേണ്ടിയുള്ള ചികിത്സ, ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഒരു ചികിത്സ, അതിനൊക്കെ വേണ്ടി ഇനിയും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ചികിത്സ നൽകുക എന്നതിനാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരിഗണന. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് ഇപ്പോൾ BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞിട്ടുള്ളത്. നീലിമ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അപകടം ഉണ്ടായത് അതിൻ്റെ കാരണം ആണ് കൃത്യമായി ഇനി അറിയേണ്ടത്. പലവിധ കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്നുണ്ട്. അതായത് ആദ്യം സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസ് വൃത്തങ്ങൾ, അതായത് പ്രാദേശിക മാധ്യമങ്ങൾ ഈ പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ഒരു അപകടം ഉണ്ടായത് പെട്ടെന്നുണ്ടായ മഴയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. അതാണ് ആദ്യം വന്ന ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാരണങ്ങളൊക്കെ വന്നിരുന്നു. അതായത് നിലവ് പറഞ്ഞതുപോലെ പോലീസ് ലാത്തി വീശിയതാണ് അപകടത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം ദൃക്സാക്ഷികളുടെ മൊഴിയിലാണെങ്കിൽ ദൃക്സാക്ഷികൾ വാർത്താ ഏജൻസിയോട് പറയുന്നതിൻ്റെ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ തിരക്ക് കൂടിയത് തന്നെയാണ്, അല്ലാതെ ലാത്തി വീശിയതോ മഴയോ അല്ല കാരണം. ആളുകൾ കൂടുതലായി ഗേറ്റിനടുത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഇങ്ങനെ നിരവധി വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളടക്കം വരുന്നുണ്ട്. ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളടക്കം എന്തായാലും ഇപ്പോഴും നിരവധി വരുന്നുണ്ട് എന്നുള്ളതാണ്. പല കാരണങ്ങൾ വരുന്നുണ്ട് നീലിമ. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതി അനുസരിച്ച് നമുക്ക് പറയാവുന്ന വസ്തുതകൾ ഇതാണ്. 11 പേർ മരിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കുണ്ട്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കർണാടക മുഖ്യമന്ത്രി 7:30 മാധ്യമങ്ങളെ കാണും. ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ പ്രാഥമികമായ വിവരമെങ്കിലും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ഒരാവശ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി 7:30 മാധ്യമങ്ങളെ കാണുമ്പോൾ കുറേ പ്രാഥമിക വിവരങ്ങൾ പങ്കുവയ്ക്കും എന്നല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്, നിഖിൽ? നീലിമ, തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി വരാനുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഈ മരിച്ചവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ, ഒപ്പം ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് പ്രാദേശിക ആശുപത്രികളിലൊക്കെ, സമീപത്തുള്ള ആശുപത്രികളിലൊക്കെ അവിടെ ലഭ്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ വ്യക്തത ഇപ്പോഴും വരേണ്ടതുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഇപ്പോഴും വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതുപോലെ മരണസംഖ്യ സംബന്ധിച്ച് 11 പേർ മരിച്ചു എന്ന് പറയപ്പെടുമ്പോഴും ഇത് പല ആശുപത്രികളിലും ലഭ്യമായ വിവരങ്ങൾ, പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ 11 മരണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് നീലിമ പറഞ്ഞതുപോലെ 7:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിനൊരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ
ഈ ഒരു ഉപമുഖ്യമന്ത്രി ആശുപത്രി സന്ദർശിക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു മുൻപ് സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും അദ്ദേഹം നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം വിവരം തേടും എന്നറിയാൻ സാധിക്കുന്നു. വിവരം തേടിയതിനു ശേഷമാവും ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച വിവരങ്ങൾ, അവരുടെ വിവരങ്ങൾ, മരിച്ചവരുടെ വിവരങ്ങൾ ഒക്കെ കൃത്യമായ ഒരു സ്ഥിരീകരണം ഇതിലൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു പ്രാഥമിക റിപ്പോർട്ട്, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമായ ഒരു റിപ്പോർട്ട് സംബന്ധിച്ച് അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചൊരു പ്രാഥമിക വിവരവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ 7:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ വിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ, ഔദ്യോഗിക സ്ഥിരീകരണം എല്ലാം ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട്.